ഏറ്റവും കഴിവുള്ള മനുഷ്യരെയല്ല, നമ്മളോട് ഒന്നിച്ചു നിൽക്കുന്നവരെയാണ് എപ്പോഴും ചേർത്ത് നിർത്തേണ്ടത്. മറ്റുള്ളവരിലാണ് നിങ്ങൾ സന്തോഷം കണ്ടെത്തുന്നതെങ്കിൽ പൂർണ്ണമായ സന്തോഷം നിങ്ങൾക്കൊരിക്കലും കണ്ടെത്താൻ കഴിയില്ല. മറ്റുള്ളവരോടുള്ള ദയ, നീതി, പരസ്പര സഹായം എന്നിവയൊക്കെ ജീവിതത്തിൽ എപ്പോഴും ചേർത്ത് പിടിക്കുക. കൊടുക്കുന്നതിന്റെ ഇരട്ടിയായി എപ്പോഴും അത് തിരിച്ചു കിട്ടിക്കൊണ്ടേയിരിക്കും. തനിച്ചിരിക്കുക, നിങ്ങൾക്ക് വേണ്ടിയും കുറച്ച് സമയം മാറ്റിവെക്കുക. ചില സുഹൃത്തുക്കളോട് നമ്മളെല്ലാം തുറന്നു പറയുന്നത് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ വേണ്ടിയല്ല, പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു സമാധാനം കിട്ടുമെന്നുള്ളത് കൊണ്ടാണ്. ചിലർ എന്തിലും സാധ്യതകൾ കണ്ടെത്തും, ചിലരെന്തിലും കുറ്റവും കണ്ടെത്തും. നിങ്ങളുടെ ചോയ്സാണ് എങ്ങനെയാകണമെന്നുള്ളത്. കള്ളം മാത്രം പറയുന്നവന് ഒരിക്കലും നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിക്കാൻ കഴിയില്ല. ജീവിതം വളരെ ചെറുതാണ്. എന്തിനാണ് വേണ്ടാത്ത സങ്കടങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നത്? ഉപ്പിനെ പോലെയാവണം നമ്മുടെ ജീവിതവും. ഉള്ളപ്പോഴാർക്കും മനസ്സിലായില്ലെങ്കിലും ഇല്ലാതെയായാൽ എല്ലാവർക്കും അത് മനസ്സിലാവണം. നമ്മൾ ആരാണെന്ന് മറന്ന് മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി അഭിനയിച്ച് ജീവിക്കുമ്പോഴാണ് ആകെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ ഉടലെടുത്ത് തുടങ്ങുന്നത്. ഓരോ വേദനകളും നമുക്ക് സമ്മാനിക്കുന്നത് ഓരോ പാഠങ്ങളാണ്. ഓരോ പാഠങ്ങളും മനുഷ്യനെ പുതിയ പുതിയ മനുഷ്യനായി പരിവർത്തനം ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സമാധാനത്തോടെ ഇരിക്കുക. നിനക്കുള്ളതെന്തോ അത് നിന്നിൽ തന്നെ എത്തിച്ചേരും. നമ്മൾ പലർക്കും പ്രിയപ്പെട്ടവരായിരിക്കും, പക്ഷേ എപ്പോഴും പ്രിയപ്പെട്ടവരായിരിക്കണമെന്നില്ല. ചിലയിടങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിവാക്കപ്പെട്ടിട്ടുണ്ടാവാം. അത് സങ്കടമുണ്ടാവുമെങ്കിലും അതൊരു അനുഗ്രഹമായി കരുതിയാൽ മതി. വളരെ മോശമായ കാലഘട്ടങ്ങളിലൂടെ പൊരുതി നിന്നാൽ മാത്രമേ വളരെ നല്ല കാലഘട്ടങ്ങളിലൂടെ നമ്മൾ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ നമുക്ക് പറ്റുകയുള്ളൂ. ഈ ലോകത്തിലെല്ലാത്തിനും മാറ്റമുണ്ട് എന്നുള്ളത് മാത്രമാണ് ഇന്നും മാറ്റമില്ലാതെ തുടരുന്ന ഒരേ ഒരു കാര്യം. നിലവിലെ ഏറ്റവും പ്രോഫിറ്റബിൾ ആയിട്ടുള്ള നിക്ഷേപം എന്ന് പറയുന്നത് സ്നേഹവും പരിഗണനയും ബഹുമാനവുമാണ്. കൊടുക്കുന്നതിന്റെ ഇരട്ടിയായി പലിശ സഹിതം അത് നമുക്ക് തിരിച്ചു കിട്ടും.